ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു സിഗരറ്റും വെച്ച് ആ ഒരു സീൻ എന്നാ പെടയാ പടച്ചേക്കുന്നത്. ഈ എഴുതുന്ന സമയത്ത് മമ്മൂക്കയെ തന്നെ മനസ്സിൽ വിചാരിച്ചെഴുതിയതാണോ? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തത് അവസാനം എഴുതി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മൂക്കയിലായിരുന്നു. ഇത് മമ്മൂക്ക ചെയ്താൽ രസമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്കും വന്നു. പക്ഷെ അദ്ദേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഒരാളോട്ട് എത്തിച്ചേരുക എന്നുള്ളത് നമ്മളിപ്പോൾ എന്തൊക്കെ പ്രൊഫൈൽ പറഞ്ഞാലും എന്തൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞാലും ഫസ്റ്റ് പടം ചെയ്യുന്ന ആളാണോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചേ പറ്റും. അത് സിനിമയിൽ അങ്ങനെയാണ്. സമൂഹത്തിനെന്നും അപമാനം, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്കാരുമില്ല, എൻ്റെ സ്വഭാവം ശരിയല്ല, ആരായിരിക്കും? ഈ പടത്തിലോട്ട് നിങ്ങൾ വിനായകനെയാണോ ചൂസ് ചെയ്തത്? രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതില് പിന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മമ്മൂക്കയിലോട്ട് എത്തി അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മറ്റൊരു കഥാപാത്രത്തിന് ആദ്യം ചർച്ചകൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മളെ മമ്മൂക്കയിലോട്ട് എത്തിച്ചത്. ഈ വിനായകനെ മേയിക്കാൻ അല്ലെങ്കിൽ വിനായകനെ സെറ്റിൽ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അവിടെ ഞാൻ അറിഞ്ഞു ജിതിൻ കെട്ടിയിട്ടാണ് അഭിനയിപ്പിച്ചത്. ശരിയാണ്. ചെറിയ ചെറിയ ഡയലോഗ്സിൽ പോലും അദ്ദേഹം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മറുപടി പറയുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം ഇതുപോലെ തീരെ വയ്യാതിരുന്നപ്പോഴും അദ്ദേഹം വന്ന് റെഡിയാണ്. അപ്പൊ നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന് പനിയാണ്, ഫീവറാണെന്നുള്ള. അപ്പൊ നമുക്ക് തന്നെ പറഞ്ഞ് വേണമെങ്കിൽ ഇന്ന് എന്തായാലും പോയിട്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരുപാട് പടത്തിൽ സ്ത്രീ കഥാപാത്രം ചെയ്യുന്ന, സ്ത്രീവേഷം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ പൊന്നടവ് ഇത്രയും സ്ത്രീകളെയൊക്കെ എവിടെ നിന്ന് കിട്ടി? അവ എങ്ങളോട് പൊണ്ണുതാ സാർ. അവ തിരുമ്പി വരുവാളാ സാർ. ഇതൊരു റിയൽ സ്റ്റോറിയാണോ? റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ഒന്നിൽ കൂടുതൽ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഫിക്ഷനാണ്. പ്യൂർ ഫിക്ഷനാണ്. ഡിസംബർ 5 കളങ്കാവൽ പടം ഞങ്ങൾ എന്തിനു പോയി കാണാം? അറിയാലോ, മമ്മൂട്ടിയാണ് ഒപ്പം വിനായക ചേട്ടന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ഭായി. മലയാളത്തിലെ ഒരു രാജ മമ്മൂക്കയുടെ പുതിയ ചിത്രമായ കളങ്കാവിൻ്റെ വിശേഷങ്ങളുമായി ഡയറക്ടറും റൈറ്ററുമാണ് എന്നോടൊപ്പം ഉള്ളത്. ജിതിൻ ജിഷ്ണു, നമസ്കാരം. ഡിസംബർ 5 ഒരു വിസ്മയം തീർക്കുവോ? തീർക്കണം. ഒത്തിരി സന്തോഷം കേട്ടോ, തിരുവനന്തപുരംകാര് അല്ലേ? മമ്മൂക്കയുടെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു കഥ പറയാനുള്ളൊരു കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? മമ്മൂക്കയുടെ അടുത്ത് ചെന്നിട്ട് പറയാനായിട്ട് അങ്ങനെ പൂർണ്ണമായ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം ഒരു കോൺഫിഡൻസ്. നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പേര് കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു റെക്കമെൻഡേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ട് എത്താനായിട്ട്. ആൻഡോ ചേട്ടൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് പോയി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ അത്രയും കുറച്ച് പേര് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ട് ഒരു അഡീഷണൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം പുള്ളിയുടെ മൈൻഡിലും കിടപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളിക്കും ഒരു ഏകദേശം എന്തോ ഒരു സാധനം കൊള്ളാവുന്ന സാധനം ആ സാധ്യത ഉണ്ടെന്നൊരു ധാരണ ഉള്ളതുപോലെ തോന്നിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു അഡീഷണൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇപ്പം ഞാനങ്ങനെ നല്ല രീതിയിൽ കഥ പറയുന്ന ആളല്ല, എനിക്ക് അത്ര ഒരു ഇതല്ല. പക്ഷെ സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാനായിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഫുൾ സ്ക്രീൻ പ്ലേ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം അലൊക്കേഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തുടങ്ങി ഒരു കുറച്ച് സീൻസ് ഒക്കെ ആയപ്പോൾ തന്നെ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് മനസ്സിലായി. അദ്ദേഹം ചില ഡൗട്ട്സ് എക്സ്പ്രഷനിൽ അദ്ദേഹം ഇൻവോൾവ് ആയിട്ട് തന്നെ ഇരുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ള പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയാൻ പോയ അനുഭവങ്ങളെ നമുക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പിന്നെ അദ്ദേഹം കുറച്ച് ഇൻവോൾവ് ആയിട്ടാണ് ഇരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ച് നോൺ ലീനിയർ സ്വഭാവമൊക്കെ ഉള്ള ഒരു നാരേറ്റീവ് സ്ട്രക്ചറാണ് പടത്തിന്റെ. അപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ അദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മനസ്സിലായത് ഇൻവോൾവ് ആണ്, ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നമുക്ക് കുറച്ച് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു വൈബ് തോന്നുമില്ല. അത് എപ്പോഴും കറക്റ്റ് ആവണം നിർബന്ധമില്ല. ബട്ട് കുറെ അങ്ങ് പോയപ്പോൾ പുള്ളിക്ക് താല്പര്യം തോന്നുന്നുണ്ടെന്ന് തോന്നിയായിരുന്നു. അവസാനമായപ്പോഴത്തേനും അത് ഏകദേശം നമുക്ക് ഉറപ്പായി. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിൽ ഗ്രാജുവലി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുവാണ് ചെയ്തത്. ശരിക്കും നമ്മളെല്ലാം കാത്തിരിക്കുന്നു. ഈ എഴുതുന്ന സമയത്ത് മമ്മൂക്കയെ തന്നെ മനസ്സിൽ വിചാരിച്ചെഴുതിയതാണോ? കാരണം മമ്മൂക്ക പറയുകയുണ്ടായി, നിങ്ങളൊരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥയുമായി എൻ്റെ അരികിലേക്ക് വരുമ്പോൾ നടനുപരി എന്നെ വെച്ച് എഴുതല്ലേ, ഒരു കഥാപാത്രമായിട്ട് എഴുതണം. അപ്പൊ അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. ആക്ച്വലി ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തത് അവസാനം എഴുതി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മൂക്കയിലായിരുന്നു. ഇത് മമ്മൂക്ക ചെയ്താൽ രസമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്കും വന്നു. പക്ഷെ അദ്ദേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്തായാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്തു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ആ വലിയേട്ടനൊക്കെ ഉള്ള മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈല്, അതിന്റെ കഥ എന്തായിരുന്നു?
അത് പിന്നെ ടോട്ടൽ ഗെറ്റപ്പിനെ പറ്റി കുറെ ചർച്ചകൾ നടക്കുകയും കുറെ ഡിസിഷനിലോട്ട് എത്തുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എക്സാക്ട് പിന്നെ ഹെയർ സ്റ്റൈൽ എന്നുള്ളത് ആ പിന്നെ ഐഡന്റിറ്റിയിലും പിന്നെ അപ്പിയറൻസിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതൊരാളെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഫാക്റ്റാണ്. അപ്പൊ നമുക്ക് സിനിമയിൽ പ്രത്യേകിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കഥാപാത്രത്തിന്റെ ഒരു ബേസിക് എസ്റ്റാബ്ലിഷ്മെന്റ് പരിപാടിയിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സംഗതി. അപ്പം അതിനെപ്പറ്റി പല പല ചർച്ചകൾ നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം 100% സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് ലാൻഡ് ചെയ്തിട്ടുമില്ലായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ പുറത്ത് നടന്ന ചർച്ചകളുടെ ഇടയിൽ മമ്മൂക്കയാണ് ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്. അപ്പൊ അത് പറയാനുള്ള കാരണം നമ്മൾ പിന്നെ കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസും കുറെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥ എഴുതപ്പെട്ടിരിക്കുന്നത്. ചില കഥാപാത്ര നിർമ്മിതികളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നിനെ എക്സാക്ട് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഫിക്ഷൻ തന്നെ ആണെങ്കിലും കൃത്യമായ പിന്നെ നമുക്ക് സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില മെറ്റീരിയൽസിൽ പെട്ട ചില സംഗതികളിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയത്തെ പറ്റി പറയുന്നത്. അപ്പം പിന്നെ അത് ആ ഹെയർ സ്റ്റൈലിന്റെ കൂടുതലുള്ള കോസ്റ്റ്യൂമും ഇത് രണ്ടും കൂടെ ചേരുന്നത് ഒരു പുതിയ പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഈ ഹെയർ സ്റ്റൈൽ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നേരമൊക്കെ ടോട്ടൽ ഗെറ്റപ്പും കോസ്റ്റ്യൂമും ഒക്കെ വേറെ രീതിയിലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു 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 പുതിയ ഒരു അനുഭവം വന്നേക്കാമെന്ന് തോന്നിയായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഷൂട്ടിംഗ് സെറ്റ് വെച്ച് നമുക്കത് കൃത്യമായിട്ട് കിട്ടി. പ്രത്യേകിച്ച് ക്യാരക്ടറുമായിട്ടും യോജിച്ചു പോകുന്നത് ഒരു സാധാരണ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെയാണ് ആ കഥാപാത്രത്തിന്റെ ഒരു ട്രേറ്റ്. ഞാൻ പറഞ്ഞത് അതിന്റെ പെരിഫറൽ ഓറയെ പറ്റിയാണ്. ഇന്റേണൽ പരിപാടികൾ വേറെ ഉണ്ട്. അപ്പൊ ഇതിനോട് ഒരു കൈൻഡ് ഓഫ് ഇത് മാച്ച് ആകുന്ന പോലെ തോന്നി, സിങ്കായി വന്നു. ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു സിഗരറ്റും വെച്ച് ആ ഒരു സീൻ എന്നാ പടച്ചേക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ജസ്റ്റ് ഒരു സ്മോക്ക് വേണം എന്നാണോ പറഞ്ഞത്, അതോ മമ്മൂക്ക ഇട്ടൊരു ഡെവലപ്മെന്റ് എന്തായിരിക്കും അത്? പിന്നെ ഈ കഥാപാത്രത്തിന്റെ തന്നെ ഒരു ചില പ്രത്യേക ഫീച്ചേഴ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് സിഗരറ്റും ഒരു കഥാപാത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയായിരുന്നു. അങ്ങനെ സിഗരറ്റ് ഒരു ടൂളായിരുന്നു നമ്മുടെ എഴുത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ സാധനത്തിനെ പുള്ളി വേറൊരു രീതിയിൽ എൻഹാൻസ് മാറ്റിയായിരുന്നു സാർ. അത് കഥാപാത്രത്തിന്റെ സാന്നിധ്യത്തിനെയും കഥാപാത്രത്തിന്റെ ചില മൂഡിനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര പിന്നെ ഒബ്വിയസ്ലി കാണിക്കുന്ന രീതിയിലല്ല, ബട്ട് ഒരു സട്ടിലായിട്ട് അത് ആഡ് ചെയ്ത് ലെയർ ആയിട്ട് വന്നായിരുന്നു. അപ്പം ഈ പർട്ടിക്കുലർ സീനിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ ഇമോഷൻ കൺവേ ചെയ്യുന്ന ഒരു മൂമെന്റ് ആണ്. ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട്. മമ്മൂക്ക എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഹൈയും ഗൂസ് ബംസും ത്രൂ ഔട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിനിമ ഫിലിം മേക്കിംഗ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ ഒരിക്കലും അറിയുന്നില്ല, നമ്മൾ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഒരു ആക്ടർ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുറത്തുള്ളവർ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ അറിയേണ്ട കാര്യമില്ല, അറിയാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഫൈനൽ ഔട്ടിൽ കാണുന്ന പിന്നെ മെയിൻലി ഡയറക്ടറുടെ വിഷൻ ആയിരിക്കും, ഡയറക്ടറുടെ പരിപാടി ആയിരിക്കും സിനിമ എന്നൊക്കെ പറയാമെങ്കിലും അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കാണും. മീൻസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ അതിനേക്കാളും 10 മടങ്ങ് കോൺട്രിബ്യൂഷൻസ് റിജക്ട് ചെയ്യപ്പെട്ടുണ്ടായിരിക്കും. മീൻസ് ഞാൻ പറയുന്ന ഡയറക്ടറുടെ പെർസ്പെക്റ്റീവ് പറയുന്നതാണ്. അപ്പോൾ അതിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ടാണ് ഒരു സിനിമയെ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം ഇൻപുട്സ് തരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒരു സിഗരറ്റും പിടിച്ച് ഇങ്ങനെ ഒരു ലുക്ക് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് ആ ഒരു മൂവ്മെന്റും പരിപാടികളും പിന്നെ നമ്മൾ പറഞ്ഞ ആ ഇമോഷൻ തന്നെയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. നമുക്കത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് വേണ്ടതും അതായിരുന്നു. നമുക്ക് വേണ്ടതിനെ കൂടെ നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന രീതിയിൽ അദ്ദേഹം ഡെലിവറി ചെയ്യും. ഈ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ദേഷ്യക്കാരനാണ് മമ്മൂക്കയുമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ഒരേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് മമ്മൂക്ക അത് ഊരിപ്പിക്കും. കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ മമ്മൂക്ക എന്താണ്? ഇല്ല, നമ്മളെ സംബന്ധിച്ച് നമുക്ക് മമ്മൂക്ക നമ്മളുടെ അടുത്ത് ഭയങ്കര ഓപ്പൺ ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതേപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മമ്മൂക്കയോട് നമ്മൾ ഇടപഴകുമ്പോൾ അങ്ങനെയൊന്നുമല്ലായിരുന്നു. അദ്ദേഹം നമുക്ക് കൃത്യമായ സ്പേസ് തരികയും നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്ന് സ്ക്രിപ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് സാറിന് ഭയങ്കരമായ ഈ കാര്യബോധമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒന്നും പ്രത്യേകിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പിന്നെ സാറിൻ്റെ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വർക്കിൽ സാറിൻ്റെ ഇൻപുട്സ് നമ്മളുടെ സ്ക്രിപ്റ്റിനെ ഭയങ്കരമായി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ സാറ് തന്നിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇടപെടലുകളിൽ നമ്മൾ അതിശയപ്പെട്ടു പോയി. നമ്മൾ കേട്ട കഥകളല്ലല്ലോ സാറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് നമുക്ക് ഭയമല്ല, ഒരു തരം ബഹുമാനമാണ്. അപ്പോൾ നമുക്ക് തന്നെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ സാറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയ്ക്ക് പേടി ഉണ്ടായിരുന്നു. അതെ അതെ, പേടി ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മുമ്പ് പിന്നെ മാമങ്ങ് എന്ന സിനിമയിൽ സജീവ് പിള്ളയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഒരു മുൻപരിചയം എനിക്കുണ്ടായിരുന്നു. അപ്പം അന്ന് കുറെ കൂടെ ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോവുകയും സംസാരിക്കാനും കുറച്ചും കൂടെ ഒരു വൈമുഖ്യം കാണിക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെ അന്ന് അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു അങ്ങനെയാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ അങ്ങനെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഒരു സ്പേസ് ഓപ്പൺ ആയ പോലെയാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ട ഒരു ഇവന്റ്സിൽ നമുക്ക് മനസ്സിലാവും ചേർത്ത് പിടിക്കും. ഒന്ന് ചിന്തിക്കും മമ്മൂക്കിക്ക് അതിന്റെ ആവശ്യമില്ല അല്ലേ, ചേർത്ത് പിടിക്കുമ്പോൾ ആൾക്കാർക്ക് അത്രയും അവര് തന്നെ അങ്ങ് അതിശയപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നെ ആ സമയത്തൊക്കെ ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റിയിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ കുറെ അതിന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത ഇതുണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു കഥ? അത് വേറെ അല്ല, ആക്ഷൻ കണ്ടിന്യൂറ്റി നമ്മൾ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും പുറത്താർക്കും അറിയത്തില്ല. ഒരു മൈനോട്ട് ഒരു സാധനം ഇങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ അത് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ട് ചെയ്തേ പറ്റൂ. നോക്കുമ്പോൾ ഒറ്റ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ. പിന്നെ ഒരു കോസ്റ്റ്യൂം അവിടെ സമയത്ത് ഉണ്ടാകണം, ഒരു പ്രോപ്പർട്ടി കറക്റ്റ് പൊസിഷനിൽ ഉണ്ടായിരിക്കണം. ഇതിന്റെ പേരിൽ ഒരുപാട് വർക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ ഒരു റെക്കഗ്നൈസേഷനോ അല്ലെങ്കിൽ കൃത്യമായ പ്രതിഫലമോ ഒന്നും അവർ കിട്ടാറില്ല. കാരണം അവർ പാഷന്റെ പുറത്ത് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് ആക്ഷൻ. അതങ്ങനെയാണ് അതിനകത്ത്. അപ്പൊ നമ്മൾ 100 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ആക്ഷൻ കമ്മ്യൂണിറ്റിയിൽ ഒരു മിസ്റ്റേക്ക് വന്നു. മിസ്റ്റേക്ക് വന്നു പറഞ്ഞാൽ അത് പിന്നെ അത് മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞ വേറെ ആൾക്കാരാണ്. അത് പറഞ്ഞ ആള് ഞാനായിപ്പോയി. പക്ഷെ അദ്ദേഹം അത് കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ അതാണ് അതിനകത്ത് പറ്റും. അപ്പൊ നമ്മള് അല്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ അതായിരുന്നു ശരി. അപ്പൊ അന്നേ നമുക്ക് അറിയാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന മൈന്യൂട്ട് ഡീറ്റെയിലിംഗിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജോലിയിൽ ചെയ്യുന്ന പെർഫോമൻസ് കറക്റ്റായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റിംഗിൽ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരിക്കും. ഷോട്ട് ഡിവിഷനും എഡിറ്റിംഗിലും എല്ലാം കുറെ സംഗതിയിൽ വെച്ചിട്ടായിരിക്കും ഒരു ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലെ മൂവ്മെന്റ്സും ഓരോ മൂവ്മെന്റ്സ് പോലും ആ രീതിയിൽ പ്ലാൻഡ് ആയിരിക്കും. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഈ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്മാര്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗും കൂടെ നോക്കുന്ന ഒരാളാണ്. അത് ഇത്രയും കാലത്തെ പരിചയത്തിന്റെ സംഭവിച്ചായിരിക്കും. അപ്പൊ എനിക്ക് അന്ന് തോന്നിയിരുന്ന ഒരു സംഗതി, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായാലും ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരവുണ്ട്. നമ്മൾ പിന്നെ ബാക്കി മാനേജ്മെന്റ് പരിപാടികൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വടക്ക് കുറെ ദേഷ്യപ്പെടില്ല, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ഈ പടത്തിന്റെ ഒരു ജോണറും പിന്നെ ഒരു സ്വഭാവവും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരുന്നു എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പടമാണ്, അപ്പം മമ്മൂക്കയാണ് വരുന്നത് എന്നുള്ള ബോധമൊക്കെ ഉള്ളത് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ടീമും ഉണ്ടായിരുന്നു. നമുക്കൊരു നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടർ, നല്ല പരിചയമുള്ള ബോസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. പിന്നെ കൂടുതൽ നല്ലൊരു ടീമും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പിന്നെ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെ നമുക്ക് പോകാൻ പറ്റി. അതുകൊണ്ട് അദ്ദേഹം വളരെ പ്ലസന്റ് ആയിട്ട് പിന്നെ എല്ലാത്തിനും ഉപരി കഥാപാത്രത്തിനോട് അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ കഥാപാത്രം ചെയ്യുന്നതിന്. അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ എന്തെങ്കിലും മിസ്റ്റേക്സ് പ്രശ്നങ്ങൾ പറ്റിയത് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ സാർ സാറ്റിസ്ഫൈഡ് ആണ്. ഈ നിങ്ങൾ ഇപ്പം ആദ്യ കഥയുമായിട്ടല്ലല്ലോ മമ്മൂക്കയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ഇപ്പം ഈ കഥ കളങ്കാവ് മമ്മൂക്കയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഒരുപാട് ആളുകളിലേക്ക് ചെന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് പിന്നെ കളങ്കാവിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. കളങ്കാവിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ കളങ്കാവിൽ ഈ പറഞ്ഞ സമയം എടുത്തു എത്താനായിട്ട് സമയം. അത് വേറെയും കഥകളും ഇങ്ങനെ 1-2 ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുന്നോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ അത് സിനിമയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇപ്പൊ നമ്മള് എന്നെ പോലെ തന്നെ ഫസ്റ്റ് പടം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ വരും ഒരുപാട്. അപ്പൊ എല്ലാവരും ഇപ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പിന്നെ ഒരു ഇക്കണോമിക്കൽ ഡൈനാമിക്സിൽ ഒരു സ്റ്റാർഡം ഉള്ള ഒരു നടന്റെ അടുത്തെത്തി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും റിസ്കിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു കടമ്പ അതാണ്. അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളത്, ഒരാളോട്ട് എത്തിച്ചേരുക എന്നുള്ളത്. നമ്മളിപ്പോ എന്തൊക്കെ പ്രൊഫൈൽ പറഞ്ഞാലും എന്തൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞാലും ഫസ്റ്റ് പടം ചെയ്യുന്ന ആളാണോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചേ പറ്റും. അത് സിനിമയിൽ അങ്ങനെയാണ്. അതൊരു അനിവാര്യമായിട്ടുള്ള കടമ്പയോട് കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥകളോ സ്ക്രിപ്റ്റോ വന്നാലേ നമുക്ക് അവരിലേക്ക് കൂടുതൽ എത്താനും സാധിക്കും. അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ. പിന്നെ ഞാനിപ്പോ തന്നെ പ്രധാനപ്പെട്ട ചില നടന്മാരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവര് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിന് നമുക്ക് നമ്മുടെ അടുത്തോട്ട് എത്തുന്നേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള 100 കണക്കിന് ചിന്തകളും കഥകളൊക്കെ പുറത്തുണ്ടായിരിക്കും. അതൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്ന് അവർ തന്നെ പറയാറുണ്ട്. അവർക്കും അറിയാം, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ ദിവസവും ഇത്രയും നമ്പർ ഓഫ് എൻക്വയറീസ് ആണ് അവർക്കും വരുന്നത്. അപ്പൊ അതിൽ നിന്ന്
അവർക്കും അത് ചൂസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയും നല്ല ബുദ്ധിമുട്ടേറിയ പരിപാടിയാണ്. അവരുടെ സൈഡിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പുറത്ത് ഈ ഒരു പാഷന്റെ പുറത്തും സ്വന്തം എഴുത്തിലും അല്ലെങ്കിൽ സ്വന്തം കയ്യിലിരിക്കുന്ന സബ്ജക്റ്റിലുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്തും ഇതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുന്നവരും ഒരു വലിയൊരു നമ്പർ ഇപ്പുറത്തുമുണ്ട്. ഇതൊക്കെ ഓരോ റിയാലിറ്റീസ് ആണ്. അത് ടാക്കിൾ ചെയ്ത സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം സിനിമയിൽ സംഭവിക്കുന്നതാണ്. കാരണം അതൊരു ഒരു പക്ഷെ നമ്മളൊരു സിനിമ ചെയ്ത് സക്സസ്ഫുൾ ആയാൽ ചിലപ്പോൾ ഇത് വേറൊരു രീതിയിൽ കുറച്ചും കൂടെ ഈസി ആവും ഈ പ്രോസസ്സ്. അപ്പൊ ഇനി യാത്രയുടെ ആവശ്യമൊന്നുമില്ല, 5-ാം തീയതി അത് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ അതും നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ചെയ്ത് അത്യാവശ്യം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹവും അടുത്ത പിച്ച് ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ ഭാഗമാണ്. ചിലപ്പോൾ കുറച്ചുകൂടെ ഈസി പാത്ത് വരാം ചിലപ്പോൾ. പക്ഷെ സിനിമ അതുപോലെ സക്സസ് ആണെങ്കിൽ എളുപ്പമാവാം. അതങ്ങനെ അത് സിനിമയുടെ പാർട്ടാണ്. അത് സമൂഹത്തിനെന്നും അപമാനം, എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്കാരുമില്ല, എൻ്റെ സ്വഭാവം ശരിയല്ല, ആരായിരിക്കും? അങ്ങനെ വിനായകൻ. അങ്ങനെ അതിപ്പോ നമുക്ക് പറയാനായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. വിനായകൻ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ വിനായകൻ ഇത് പറയുമ്പം ഈ പടത്തിലോട്ട് നിങ്ങൾ വിനായകനെയാണോ ചൂസ് ചെയ്തത്? 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതില് പിന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മമ്മൂക്കയിലോട്ട് എത്തി അദ്ദേഹം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. മറ്റൊരു കഥാപാത്രത്തിന് ആദ്യം ചർച്ചകൾ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മളെ മമ്മൂക്കയിലോട്ട് എത്തിച്ചതും ഈ പ്രോജക്റ്റിന് വലിയ രീതിയിൽ സഹായമൊക്കെ സംഭവിച്ചത് അങ്ങനെയൊക്കെയാണ്. കാരണം അതുകൊണ്ടാണ് മമ്മൂക്കയിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റിയതെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ എൻ്റെ അല്ലാതെ കോമൺ ഫ്രണ്ട് പിന്നെ വിവേക് രാമദേവൻ എന്നൊരു സുഹൃത്തുണ്ട്, CV സാരഥി, ഇവരൊക്കെ ത്രൂ വഴിയാണ് പൃഥ്വിരാജിലോട്ട് എത്തിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പോക്ക് നടന്നത്. അപ്പം ഇതിന്റെ ഷൂട്ട് സമയപ്പോഴത്തേനും ഈ പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യാൻ ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പല ചർച്ചകളും നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ ഒരു അസോസിയേറ്റും ഇതുപോലെ വിനായകൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞത്. അതൊരു എക്സൈറ്റിംഗ് ഐഡിയ ആയിരിക്കുമല്ലോ എന്നൊക്കെ തോന്നിയായിരുന്നു. അപ്പൊ അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം നമുക്ക് യാദൃശ്യമായിട്ട് ആൻഡോ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നെ ആൻഡോ ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ ചോദിച്ചത്. അപ്പോഴും അത് ആലോചിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള മനസ്സിലും കിടപ്പുണ്ട്. അല്ല, ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. മമ്മൂക്ക വിനായകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അതിലൊരു രസകരമായ കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കോൺട്രാസ്റ്റ് നമുക്ക് ഇപ്പോഴും പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഔട്ട് വരുമ്പോഴും നമുക്കത് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ട്. ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള നടനാണ്. പിന്നെ അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളുടെ മാനസംസും ഒരു ക്യാരക്ടറൈസേഷൻസിന്റെ ഒക്കെ ചില ട്രൈറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. ഈ വിനായകന്റെ കഥാപാത്രം ഭീകരമായി ലൗഡ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഒരു പുതുമ ഉണ്ടായേക്കാം എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തോന്നലുകൾ കാരണം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കാം അതെന്ന് തോന്നി. പിന്നെ നമുക്ക് എല്ലാം പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് ജയിലറൊക്കെ. അപ്പൊ അങ്ങോട്ട് എത്തി അദ്ദേഹം ഓക്കെ പറയണം എന്നുള്ളത് വേറൊരു കടമയുണ്ട്. അതും ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് പിന്നെ വിനായകൻ ചേട്ടനും ആ ക്യാരക്ടർ ട്രേറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ചേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ചേട്ടനും ആ ക്യാരക്ടറിൽ ഒരു ഹൈ കിട്ടിയായിരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഈ ക്യാരക്ടറിൽ അത്രയും സ്വീകാര്യത കിട്ടി. അതുപോലെ വിനായകൻ ചേട്ടനും ആ ക്യാരക്ടറിൽ ഒരു ഹൈ കിട്ടിയായിരുന്നു. ഈ വിനായകനെ മെയ്ക്കാൻ അല്ലെങ്കിൽ വിനായകനെ സെറ്റിൽ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അവിടെ ഞാൻ അറിഞ്ഞു ജിതിൻ കെട്ടിയിട്ടാണ് അഭിനയിപ്പിച്ചത്. ശരിയാണ്. അത് അദ്ദേഹം വെറുതെ തമാശക്ക് പറയുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ കുറെ ചർച്ചകൾ നടത്തി എങ്ങനെയാണ് ഇതിന്റെ പരിപാടി പോകണം എന്നൊക്കെ ഒരു ഇത്. അപ്പത്തേനും പുള്ളിയുടെ മാനറിസംസിൽ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ അതിന് നമ്മുടേതായ രീതിയിലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസൈനിങ് സാധനത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മളത് പറയും എന്നേ ഉള്ളൂ. അത് അതിനകത്ത് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ചേട്ടാ അത് എങ്ങനെയെന്ന് പറയും, ഓക്കെ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതാണ് കിട്ടിയിടലെന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ മേയ്ക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും നമ്മുടെ സെറ്റിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അദ്ദേഹത്തിന് കുറെ സംശയങ്ങൾ കാണും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംശയങ്ങൾ നമ്മൾ സാധാരണ എല്ലാ നടന്മാരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള സംശയങ്ങളായിരിക്കത്തില്ല. അത് അദ്ദേഹം വേറെ രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. മൈന്യൂട്ട് ചെറിയ ഡയലോഗ്സിൽ പോലും അദ്ദേഹം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മറുപടി പറയുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ വൈകുന്നേരം ഫോൺ വിളിച്ചും ഇങ്ങനെ ചോദിക്കും, അടുത്ത ദിവസം സീനിൽ ഇങ്ങനെയുള്ള സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടല്ലോ, പിന്നെ അതിന്റെ കൊറിയോഗ്രാഫിയെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ലാതെ അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നതാണ്. ഇൻവോൾവ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്തേ പറ്റൂ എന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ കൂടെ പറ്റുന്ന പോലെ പറയുക അദ്ദേഹത്തിന് എന്താണ്. പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹം തീരെ ഒരു ദിവസം പനിയൊക്കെ പിടിച്ച് തീരെ വയ്യാതിരുന്നപ്പോൾ പോലും അദ്ദേഹം കൃത്യസമയത്ത് സെറ്റിലെത്തും. മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇതുപോലെ തീരെ വയ്യാതിരുന്നപ്പോഴും അദ്ദേഹം വന്ന് റെഡിയാണ്. അപ്പൊ നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന് പനിയാണ്, ഫീവർ ആണെന്നുള്ള. അപ്പൊ നമുക്ക് തന്നെ പറഞ്ഞ് വേണമെങ്കിൽ ഇന്ന് എന്തായാലും പോയിട്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട്
100% പ്രൊഫഷണൽ. പറയും പോലെ നമ്മുടെ സിനിമയിൽ അങ്ങനെ ആയിരുന്നു, നമ്മുടെ അനുഭവം അതായിരുന്നു. ബാക്കി ഇങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളെ പറയുന്ന കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ വിനയൻ ചേട്ടനായിട്ട് അത്രയും വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നമുക്കുണ്ടായ അനുഭവം. ഈ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമുള്ള വിനായകൻ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? മുന്നിലും പിന്നിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്ന് വെച്ചാൽ, പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കിപ്പം എല്ലാവർക്കും പിന്നെ ഇന്റർവ്യൂസിലും അതൊക്കെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളത്. ഒറ്റവാക്കി പറഞ്ഞ പച്ചയായ ഒരു മനുഷ്യൻ, മനുഷ്യനാണ്. ക്യാമറയ്ക്ക് മുന്നിൽ 100% പ്രൊഫഷണൽ, കൃത്യമായിട്ട് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു നടനാണ്. അതെ. ഈ ലക്കിനൊരു ഫാക്ട് ഉണ്ടോ ഫിലിമിൽ? ഉണ്ട്, ലക്കിനൊരു ഫാക്ട് ഉണ്ട്. അത് പിന്നെ അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു ഒരു കൈൻഡ് ഓഫ് റിയാലിറ്റിയാണ്. കാരണം ഒന്ന് ചിന്തിക്കുമ്പം മമ്മൂക്ക വിനായകൻ കോമ്പിനേഷൻ വരാനും അല്ല ഈ ഒരു പടം നമ്മളിപ്പം ചുമ്മാ എന്താ പറയുന്നത്, നമ്മളിപ്പോ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി പിന്നെ നമ്മള് പിന്നെ ഒരു A to B എന്ന് പറയുന്ന 2 പോയിന്റ്സ് ഉണ്ടായിരിക്കും ഇപ്പോഴും. ഒരു ഫിക്ഷനിൽ നമ്മളൊരു എഴുത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ചെയ്യുന്ന ബിയിലൂടെ നമുക്ക് N ടൈപ്സ് ഓഫ് പാത്തിലൂടെ പോകാം. അപ്പം അതിലേത് പാത്തിൽ കൂടെ പോകണം എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. ഈ ജഡ്ജ്മെന്റ് കൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇത് രണ്ടുമാണ് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അൽഗോരിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ചിലപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് പേരിൽ ഒരാളെടുത്ത് നമ്മളിങ്ങനെ പ്ലോട്ടിങ്ങിനാണെന്ന് പോകുമ്പോൾ അദ്ദേഹം തരുന്ന ഒരു സജഷനിൽ നിന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ പരിപാടി മൊത്തം മാറുന്നത്. അതൊരു ലെക്കാണല്ലോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡിസൈൻസ്, കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതല്ലാതെ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ അത് ചിലപ്പോൾ ഇതിനേക്കാളെല്ലാം എക്സൈറ്റിംഗ് ആയിരിക്കും. അത് ഒരു പ്രോഡക്റ്റ് ഓഫ് ലെക്കാണ്. ഞാൻ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു. പിന്നെ സിനിമയുടെ പരിപാടിയിലും അത് വേറെ രീതിയിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ യാദൃശ്യമായിട്ട് വെറുതെ കാണുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു പ്രോജക്റ്റിലോട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്ത് മറ്റേ ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ നിൽക്കും. അൾട്ടിമേറ്റ്ലി നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം അതിന്റെ ഒരു ക്വാളിറ്റിയും തന്നെ ആയിരിക്കും ഇതിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ പോലും അതിലോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നല്ലതാണ് എങ്കിൽ പോലും അത് കൃത്യമായ ഒരു സ്ഥലത്തോട്ട് ലാൻഡ് ചെയ്യുക, കൃത്യമായിട്ട് രീതിയിൽ അതിന് പ്രോഗ്രഷൻ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് വേറെ കുറേ അഡീഷണൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിൽ കുറേയൊക്കെ ലെക്കൊക്കെ കയറി വരും. പെർഫെക്റ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ റൈറ്റ് ടൈമിൽ നമുക്ക് അത് കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അത് ഐഡിയലി നല്ലതാണോ അല്ലയോ എന്നുള്ളത് വേറെ സംഗതി, അതൊരു റിയാലിറ്റിയാണ്. ഈ ജിതിന്റെ ശബ്ദം ഷൈജു കുറുപ്പിന്റെ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? ആരും ഞാൻ പറയുക, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇനി അങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത്, ഒരുപാട് പടത്തിൽ സ്ത്രീ കഥാപാത്രം ചെയ്യുന്ന, സ്ത്രീവേഷം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പൊന്നടവ് ഇത്രയും സ്ത്രീകളെയൊക്കെ എവിടെ നിന്ന് കിട്ടി? അല്ലെ എന്താ ഇതിൻ്റെ ഒരു മാജിക്ക്? സ്ക്രിപ്റ്റിൽ നമുക്ക് അത്രയും സ്ത്രീ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി അവരുടെ തന്നെ ഡൈനാമിക്സ് ഒക്കെ നോക്കി, ആ ക്യാരക്ടറിന്റെ ഡൈനാമിക്സ് നോക്കി നമ്മൾ ചൂസ് ചെയ്തതാണ് ഓരോരുത്തർ. എന്നാൽ ഒരു വിയോജിപ്പ് നിങ്ങളോടുള്ളത് ഓപ്പണായിട്ട് അങ്ങ് പറയുക, നിങ്ങൾ ഇങ്ങനെ ആരോടും ചെയ്യല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അത്രയും പേര് അഭിനയിച്ചെങ്കിൽ ആ ലേഡീസിനോടേലും പറയും ഇവരൊക്കെ ഉണ്ടെന്ന്. ഇത് അവരോട് ആരോടും പറയാതെ ഇന്നലെയാണ് അവർ പരസ്പരം പറയുന്നത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അതിന്റെ ഒരു സർപ്രൈസ്. അത് അങ്ങനെ ഡെലിബറേറ്റ്ലി ചെയ്തൊന്നുമല്ല. നമ്മളിപ്പം സിനിമയിൽ പിന്നെ അങ്ങനെയാണല്ലോ അത്. അതായത് പിന്നെ എല്ലാവരോടും പറയേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല. പിന്നെ നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ കഥാപാത്രം നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരോടും ഒരു പരിധിക്കപ്പുറം റിവീൽ ചെയ്യാനും പരിമിതികളുണ്ടായിരുന്നു. ഈ സിനിമയുടെ ജോണറിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലാതെ കാണിച്ചുകൊണ്ട് നമുക്കൊരു ക്യൂരിയോസിറ്റിയും ബിൽഡ് ചെയ്യാൻ പറ്റി. ഞാനിപ്പം പറഞ്ഞ ചോദ്യം ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും പേര് ഇപ്പൊ ഇതൊരു റിയൽ സ്റ്റോറി ആണോ? റിയൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ഒന്നിൽ കൂടുതൽ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഫിക്ഷനാണ്. പ്യൂർ ഫിക്ഷനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടോണ്ടിരിക്കുമ്പോൾ കാണുന്ന ചില എലമെന്റ്സ്, ചില കഥാസന്ദർഭങ്ങളൊക്കെ കാണുമ്പോഴും ചില കഥാപാത്രങ്ങളുടെ ചെയ്തികളൊക്കെ കാണുമ്പോഴും നമുക്ക് പരിചയമുള്ള നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചു കേട്ടിറങ്ങിയ ചില കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സാമ്യമായിട്ടൊക്കെ വരും. ഡിസംബർ 5 കളങ്കാവൽ പടം ഞങ്ങൾ എന്തിനു പോയി കാണണം? നമ്മൾ പിന്നെ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനായ നടൻ, അദ്ദേഹം കുറച്ചു കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അദ്ദേഹം പിന്നെ ചൂസ് ചെയ്യുന്ന വ്യത്യസ്തമായ കഥാപരിസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളുടെയും തിരഞ്ഞെടുപ്പിൻ്റെ പുറത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പെർഫോമൻസുകളുടെയൊക്കെ ഒരു തുടർച്ച, ഒരു കൈൻഡ് ഓഫ് തുടർച്ച നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സ്ട്രക്ചറിലും മറ്റും കഥ ഈ പറയുന്ന ക്രൈം ഡ്രാമ, ക്രൈം ത്രില്ലർ എലമെന്റ്സിൻ്റെ ഒക്കെ ഒരു മിക്സറാണ്. പിന്നെ ഈ പറയുന്ന പിടിക്ക് ചെറിയ നോൺ ലീനിയർ പരിപാടികളൊക്കെ വെച്ചിട്ട് ഒരു കഥാപരമായിട്ടും
ഒരു കൈൻഡ് ഓഫ് പുതിയ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമം ഇതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക് എഡിറ്റിംഗ് ഇതിങ്ങനെയുള്ള പരിപാടിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചില പരിപാടികൾ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 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 ഔട്ട്പുട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പടത്തിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അറിഞ്ഞ് കാണുന്നവർക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് ജിതിനും ജിഷ്ണു ഇപ്പൊ മനസ്സിൽ പറയുന്നത് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് അല്ലേ. അറിയാലോ മമ്മൂട്ടിയാണ്. അപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കും. ഈ കളങ്കാവൽ എന്നൊരു പേര് വന്നത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേരിലേക്ക് പോയത് എങ്ങനെയായിരുന്നു? കളങ്കാവല് ആക്ച്വലി ഇതൊരു റിച്വലാണ്. തെക്കൻ തിരുവിതാംകൂറിൽ നടക്കുന്ന ദേവീക്ഷേത്രങ്ങൾ, ഭദ്രകാളി ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ആചാരമാണ്. അതായത് ദാരികനെ അന്വേഷിച്ച് ഭദ്രകാളി ദേവി പല ദിക്കുകളിൽ പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. എന്നിട്ട് കളത്തിന് കാവൽ നിൽക്കുക, അവിടെ അങ്ങ് സെക്യൂർ ആക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രം ബേസ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ നാടിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനും വൈഫും കൂടിയുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ടേം വരികയും, അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു ടൈറ്റിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാച്യാർത്ഥവും പിന്നെ ഒരു ജോഗ്രഫിക്കലി ഉള്ള ഒരു പരിപാടിയൊക്കെ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ചിലപ്പോൾ മേ ബി നമ്മുടെ കഥയ്ക്ക് ഇത് ആപ്റ്റ് ആകും എന്ന് തോന്നി. അങ്ങനെ ആ ഡിസ്കഷനിൽ ജിതിനുമായിട്ട് സംസാരിച്ചപ്പോൾ ജിതിനും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നമ്മുടെ വീടിന് തൊട്ട് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് ക്ഷേത്രത്തിൽ ഇത് ഉണ്ടായിരുന്നു. എനിക്കത് അറിഞ്ഞൂടായിരുന്നു. അനൗൺസ് ചെയ്തപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട് വരുമോന്നൊക്കെ കളങ്കാവല് ഇപ്പം അടുത്ത ദിവസം ഉണ്ട്, പിന്നെ വരാവോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ നാട്ടിലില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് ദേവീക്ഷേത്രമാണല്ലോ അവിടെ ഉണ്ടല്ലേ ഇവൻ പറയുമ്പോഴാണ് ഇങ്ങനെ ഞാൻ അറിയുന്നത്. ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇതൊരു കുറച്ച് ഏലിയൻ പരിപാടി ഉണ്ട്. അതെ, ടൈറ്റിൽ ഭയങ്കര ഏലിയനേറ്റഡ് ടൈറ്റിലാണല്ലോ. കാരണം ഭൂരിഭാഗം മലയാളികൾക്ക് സാധ്യത ഇല്ലാത്ത ഒരു ടൈറ്റിലാണത്. ഒരു വലിയൊരു റിച്വലിന്റെ അകത്ത് വരുന്ന ഒരു ചെറിയ റിച്വൽ പോലെയാണ്. ഒരുപാട് പ്രോസസ് ഉണ്ട്. ദിക്കുബലി, നിലത്തിൽ അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അപ്പൊ അതിലൊരു പ്രോസസ്സാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. ബേസിക്കലി ഭദ്രകാളി ദേവി ദാരികനെ അന്വേഷിച്ച് 4 ദിക്കും 8 ദിക്കും പോകുന്നത് യാത്രയുടെയും ദാരിക നിഗ്രഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നന്മതിന്മ കോൺഫ്ലിക്റ്റ് ഒക്കെ കയറി വരുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ ഹൈ എന്ന് പറഞ്ഞാൽ ആ നന്മതിന്മ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സംഭവം നമ്മുടെ പടവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ജിതിന് പറയുന്നു, ജിതിന് സ്വീകാര്യതയായിരുന്നു. മമ്മൂക്കയോട് പറയുന്നു. അപ്പൊ മമ്മൂക്കയ്ക്കും അതിലൊരു എക്സൈറ്റ്മെന്റ് കിട്ടി. കുറെ പേർക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. കാരണം ഇത് ആൾക്കാർക്ക് കണക്ട് ആകുമോ എന്നുള്ളൊരു, കാരണം ഭയങ്കര ഏലിയൻ ടൈറ്റിലാണ്. പക്ഷെ ഇതിനപ്പുറം കണക്ട് ആവാൻ ഒരു പേരും ഇല്ല. അതെനിക്ക് തോന്നുന്നു. പിന്നെ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ഡിസ്കഷൻസ് ഈ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയുമായിട്ട് കണക്റ്റഡ് ആണ്, അഡിക്റ്റഡ് ആണെന്ന് പറയാം. എല്ലാവരും ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു അവയവമായിട്ട് ഫോൺ മാറിക്കഴിഞ്ഞ ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരോടും പെട്ടെന്ന് എത്തി. ഇപ്പൊ എന്റെ തന്നെ ഒരു ഫ്രണ്ട് നമ്പൂന്നൊരു സുഹൃത്തുണ്ട്, അവനും ഒരു വലിയൊരു സാധനം എഴുതിയിട്ട് അവന്. അപ്പൊ ഞാൻ തന്നെ അവനെ വിളിച്ചു, നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഉപരിയുള്ള റൈറ്റപ്സ് പെട്ടെന്ന് വന്നു. അവൻ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി. ആ ഒരു പേരിന് വേണ്ടി അത്ര സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അല്ല, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് തന്നെ ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല, ആൾക്കാരങ്ങ് സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് ചർച്ച നടന്നുകൊണ്ട് അത് എല്ലാവരിലോട്ട് എത്തി. ആൾക്കാരിൽ ഞാൻ എല്ലാവരോടും എത്തിയെന്ന് പറയുന്നില്ല, എന്നാലും ഒരു നല്ലൊരു വിഭാഗം ആൾക്കാരിലോട്ട് എത്തി. അതിന്റെ അർത്ഥവും ഒക്കെ ആൾക്കാരിലോട്ട് കണക്ട് ആവുകയൊക്കെ ചെയ്തു. അതെ, അതൊരു യൂണീക്ക് വേർഡാണ്. ആൾക്കാർക്ക് അത്ര ഐഡന്റിക്കലായിട്ട് തോന്നി, ആൾക്കാരത് സ്വീകരിച്ചു എന്നുള്ളതാണ്. മമ്മൂക്ക നായകനോ വില്ലനോ? നമുക്ക് നായകനോ വില്ലനോ എന്ന് പിന്നെ നമ്മള് ഒഫീഷ്യലി അങ്ങനെ പറയുന്നില്ല. നായകൻ വില്ലൻ സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് 2 കഥാപാത്രങ്ങളെ ഇവർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇത് അങ്ങനെ ഞാൻ കുറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്പെക്ട്രത്തിന്റെ ഇടയിൽ നമ്മളിവരെ നിർത്തിയിട്ടില്ല. എന്തായാലും ആരെ നിർത്തുന്നില്ല, നായകനെന്നോ വില്ലനെന്നോ 2 പോയിന്റ്സ് നിർത്തുന്നില്ല. സ്പെക്ട്രത്തിന്റെ ഇടയിലോട്ട് അങ്ങ് ഇറക്കി വിട്ടിരിക്കുന്നു. വിനായകന്റെ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം കാണാം 5-ാം തീയതി എന്ന് ചോദിച്ചാൽ അത് സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. ബട്ട് എന്നാലും നേരത്തെ പറഞ്ഞല്ലോ, അറിയാലോ, മമ്മൂക്കയാണ്, വിനായകൻ ചേട്ടനാണ്. പ്രേക്ഷകരോട് എന്താ ഈ നിമിഷം പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടേ പറ്റൂ എന്നേ പറയുന്നുള്ളൂ. ഒന്ന് കാണണം അല്ലേ? കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുത്തൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞ് മറ്റുള്ളവരെ കാണാൻ വളരെ സന്തോഷം. ഇപ്പൊ ജിതിനെയും ജിഷ്ണുവിനെയും പോലെ തന്നെ ഒരുപാട് ആളുകൾ സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടന്മാരിലേക്ക് കഥകൾ എത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിനയിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ 2 രീതിയിലുണ്ട്. ഒന്ന് ഫെയിം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പടത്തെ അത്രമേൽ സിനിമയെ സ്നേഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ ഇതുവരെയുള്ള യാത്രയിൽ പഠിച്ച അനുഭവം വെച്ച് എന്താണ് പറയാനുള്ളത്? 2ഉം ഒരുമിച്ച് ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കും, അവരായിരിക്കും കൂടുതലും തോന്നുന്നു. പിന്നെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി
ഒരു കറക്റ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. കോൺഫിഡൻസ് ഒരു മെയിൻ ആണ്. ഘടകമാണ്. ഓക്കെ. പക്ഷെ അതിനകത്ത് ഞാൻ പറയുന്നത് കോൺഫിഡൻസ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള സംഗതിയല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ എനിക്കുള്ള കോൺഫിഡൻസ് റിയൽ ആണോ അല്ലയോ എന്നുള്ള ഒരു ബോധ്യം കൂടെ ഉണ്ടായിരിക്കണം. എന്റെ പേഴ്സണൽ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കുക, കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ അതിനകത്തോട്ട് നോക്കുമ്പോഴത്തേനും അത് അത്ര പോരായിരുന്നു എന്ന് തോന്നിയേക്കാം. ഓക്കെ. കാരണം ഒരു സമയത്ത് നമുക്കുള്ള കോൺഫിഡൻസ് കറക്റ്റ് ആയിരുന്നില്ല എന്നാണ് ഞാൻ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു സംഗതി. അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലതായിരിക്കണം എന്നുള്ള ബോധ്യം നമുക്കുള്ളതിനോടൊപ്പം ആ ബോധ്യം കറക്റ്റും ആയിരിക്കണം. പിന്നെ അതിലോട്ട് അങ്ങനെ ആണെങ്കിൽ പറ്റുന്ന പോലെ മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അത് ഒരു നാളെ എത്തപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞ് 100% പറ്റും എന്നൊന്നും പറയാൻ നമുക്ക് ഇല്ല. കാരണം നമ്മളിതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ്, ചെയ്ത ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുള്ളവരുമാണ്. അപ്പം പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റ് പല ഘടകങ്ങളുടെ പുറത്തും നമുക്ക് 100% ഇതിനകത്ത് സക്സസ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അല്ലാത്തവരാണ് കൂടുതൽ. ഞാണിമേക്കളിയാണോ? ഞാണിമേൽക്കളി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കുറവാണ്. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് അപ്പുറത്ത് ആ റിയാലിറ്റിയെ പറ്റി പറഞ്ഞാണ്. അത്രയും പേര് ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരു പെർസെന്റേജ് ആൾക്കാരായിരിക്കും അങ്ങോട്ട് എത്തുക എന്നുള്ള ഒരു ബോധ്യം ഉള്ളിൽ വേണം. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നേ പറയാൻ പറ്റും. ഇതിൽ ജിഷ്ണുവിന്റെയും ജിതിന്റെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാ. ബാങ്ക് ഉദ്യോഗസ്ഥനാ ജിഷ്ണു അല്ലേ? അപ്പം പൈസ അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. എനിക്ക് പിന്നെ വൈഫും അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ എന്നാ വേണം? അങ്ങനെയല്ല, അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫാമിലി സപ്പോർട്ട് ഒരു ഘടകമാണ്. ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ വന്ന് സക്സസ് ആവുന്നവരുണ്ട്. ബട്ട് അതുണ്ടെങ്കിൽ അത് വളരെ വളരെ നമുക്കൊരു അതെ കുറച്ച് അത് വലിയ ഇപ്പൊ എനിക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഒരുപാട് ഗുണം ഉണ്ടായിരുന്നു. അതില്ലാതെയും ചെയ്യുന്നവരുണ്ട്. അത് അത്രയും ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ December 5 കളങ്കാവിൽ പടം കാണാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ആ ഒരു തിയേറ്ററിലെ പൂരംപറമ്പിലേക്ക്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.